ഹേ ഗൈസ്, എൻ്റെ കൈ ചെറിയൊരു പണി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ സ്റ്റെപ്പിൽ നിന്ന് വീണ് എൻ്റെ കൈ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നേ. 3 ആഴ്ച പ്ലാസ്റ്റർ ഇടണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യാണ്ടിരുന്നത്. ഞാൻ ഹോസ്പിറ്റലിൽ വന്നേക്കാണ് കേട്ടോ ഉമ്മച്ചിയുടെ കൂടെ. ഉമ്മച്ചി വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് കൈ വയ്യാത്തതുകൊണ്ട് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് കേട്ടോ പോയത്. നമ്മൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ചുമ്മാ വെച്ചേക്കുന്നതേ ഉള്ളൂ ഫ്രണ്ടിൽ. ഉമ്മച്ചിയാണ് ഫുഡ് വാരത്തുന്നത്. എനിക്ക് കൈ വയ്യല്ലോ, അതുകൊണ്ട് കഴിക്കാൻ പറ്റില്ല. അവിടെ നമ്മൾ നേരെ ഊബർ പിടിച്ചിട്ട് കറങ്ങാമെന്നും പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കൈ വയ്യെങ്കിൽ എന്താ തെണ്ടിത്തിരുന്നതിന് ഒരു മാറ്റമില്ല. അവിടെ നമ്മൾ നേരെ ബ്രോഡ്വേയിലോട്ടാണ് കേട്ടോ വന്നത്. ബ്രോഡ്വേയിൽ നിന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ്. ഉമ്മച്ചി അവിടെ നേരെ കടയിലോട്ട് കൊണ്ട് കയറ്റിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഉമ്മച്ചി പറയുന്നുണ്ട് അതെടുക്ക് ഇതെടുക്കുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എടുത്ത സാധനങ്ങൾ കുറച്ച് കൂടിപ്പോയിട്ടോ. അവളുടെ കയ്യിലിരുന്ന സാധനങ്ങൾ കണ്ടോ, അത് മൊത്തം എനിക്ക് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ കുറച്ച് മുമ്പ് ഉമ്മച്ചി കാണുന്നില്ല. നോക്കിയപ്പോഴത്തേക്ക് അവിടെ കുരങ്ങ് നോക്കിക്കുന്നതൊക്കെ അവിടെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. ഓരോ സാധനങ്ങൾ കാണുമ്പോൾ ഉമ്മച്ചി അവിടെ നോക്കിയിരിക്കും കേട്ടോ. അവിടെ നമ്മൾ നേരെ ബസ് എടുത്തിട്ട്, ഇവിടുത്തെ ഓട്ടോയ്ക്കൊക്കെ നല്ല റേറ്റാണ്. അതുകൊണ്ട് നമ്മൾ ബസ് എടുത്തിട്ട് റൂമിലോട്ട് പോവാണ്. അവിടെ നമ്മൾ നേരെ നമ്മൾ കഫേയിലോട്ട് പോയി, നമ്മുടെ സ്ഥിര സ്ഥലത്തോട്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരുമായിട്ട് ഫുഡൊക്കെ കഴിച്ച് നേരെ റൂമിൽ പോയി. അത്രയേ